അതൊരു ബാധ്യതയായിട്ടല്ല എനിക്ക് തോന്നുന്നത്. അത് നമുക്കൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു അനിവാര്യതയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടറെ കിട്ടാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഔസേപ്പിൻ്റെ വസീയത്തിലെ മൈക്കിൾ എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെ ഞാനെന്നല്ല ഇപ്പോൾ ഏതൊരു ആക്ടറും അത് കിട്ടിയാൽ കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ക്യാരക്ടർ അത്രയധികം മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന, അത്രയധികം പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉള്ളൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറെ ഉൾക്കൊണ്ട് ചെയ്യാന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ആദ്യം ശരത്ത് ഇതിൻ്റെ റൈറ്ററും കൂടെ ഈ ഫസലും കൂടെ ഇതിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ട് വരുമ്പോൾ തന്നെ ഈ സിനിമ മുമ്പോട്ടേക്ക് വെക്കുന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആ കോൺഫ്ലിക്റ്റ് ഒരു അച്ഛനും 3 മക്കൾക്കും ഇടയിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ ഷാജുവിൻ്റെ ക്യാരക്ടേഴ്സിനിടയിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ അത് ചെയ്യാം. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ശരത്തിനോട് പറഞ്ഞു, ഈ കോൺഫ്ലിക്റ്റാണ് എന്നെ അട്രാക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൽ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പം അത് തന്നെയാണ് എനിക്ക് ഈ സിനിമ ചെയ്തിരുന്ന സമയത്തുമൊക്കെ അതിനെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാൻ. ഇപ്പം പടം കണ്ടപ്പോഴത്തേക്കും ആണ് എനിക്ക് എൻ്റെ കുറച്ചും കൂടെ ഏരിയകൾ കുറച്ചും കൂടെ കണക്ട് ആവുന്നത്. അപ്പം ഞാൻ ഓർത്തിരുന്ന ഇപ്പം എൻ്റെ ഷാജുവിൻ്റെ ഏരിയ മാത്രമല്ല, ബാക്കി പല ഏരിയകളിലും പല മികച്ച പെർഫോമൻസുകളും സിനിമയിലുണ്ട്. കുട്ടേട്ടൻ്റെ ഏരിയ ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ഹേമന്തിൻ്റെ അങ്ങനെ എല്ലാവരും അവനവൻ്റെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയും ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള ഒരു നറേറ്റീവാണ്. അടിപൊളിയായിരുന്നു. അപ്പം സിനിമ നമ്മൾ കഥ കേൾക്കുമ്പം പിന്നെ അതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ സിനിമ കാണുമ്പോൾ അങ്ങനെ ഒരു 3 ഘട്ടത്തിന് നമ്മൾ ഈ സിനിമയെ സമീപിക്കുന്നുണ്ട്. ആ 3 ഘട്ടത്തിലും സാറ്റിസ്ഫൈഡ് ആകുക എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം. ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളൂ.